അല്ലല്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടി നേതൃത്വം കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ വെച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്കെല്ലാം എന്ത് റിസ്ക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ എന്ത് റിസ്ക്കാണുള്ളത്. അവർ ജയിച്ചു വരും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റു കാര്യങ്ങളെല്ലാം അവലംബിച്ചത് 20 സീറ്റ് തിരിച്ചു പിടിക്കണമെന്ന്. കേരളത്തിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലെ UDFന് 20 സീറ്റും ജയിച്ചു വരാവുന്ന അന്തരീക്ഷമാണ്. അത് ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി അത് പ്രയോജനപ്പെടുത്തും. സ്ഥാനാർത്ഥി മാത്രമാണ് ഉള്ളത്, അതുപോലെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ബാലൻസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ CPM-ന് മറുവശത്ത് 3 ന്യൂനപക്ഷ അല്ല, CPM-ന്റെ ഘടകകക്ഷികളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇല്ലല്ലോ. ഞങ്ങളുടെ ഘടകകക്ഷികളിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് മുസ്ലിം. സോഷ്യൽ ബാലൻസ് എല്ലാം കറക്റ്റാണ്. ഒന്നും തെറ്റിയിട്ടില്ല. വേണേ ഒന്നും കൂടി നോക്കിയാൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് പത്മജ പോയതല്ല, കെ കരുണാകരൻ്റെ മോളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അവരോട് ഞങ്ങൾ അനർഹമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തിയിരുന്നു. അർഹതപ്പെട്ട പലർക്കും ചെയ്യാത്ത പല കാര്യങ്ങളും അനർഹയായ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. എന്നിട്ടും അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അല്ല, BJP അതിൻ്റെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പുറകിൽ കേരളത്തിലെ CPM ഉണ്ട്. അവർ BJP-യിലേക്ക് പോയത്. ഇടനിലക്കാരനായി നിന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡൽഹിയിൽ ഇടനിലക്കാരനായി സംഘപരിവാറുമായി പ്രവർത്തിക്കുന്ന ഒരു മുൻ IPS ഉദ്യോഗസ്ഥനാണ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു മുൻ IPS ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായി നിന്നത്. കാരണം കേരളത്തിൽ നിന്ന് ആരെങ്കിലും BJP-യിലേക്ക് പോവുമെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിന് ക്ഷീണം വരും. അതുകൊണ്ട് മുതലെടുക്കാം. എന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സംഘപരിവാറിലേക്ക് പോകുന്നു എന്ന് പരിഹസിക്കുക എന്ന് കരുതിയാണ്. ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, 24 മണിക്കൂറേ നിന്നുള്ളൂ. അല്ല, 24 മണിക്കൂർ നിന്നുള്ളത്. അല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM-ൽ നിന്ന് എത്ര പേര് കൊഴിഞ്ഞുപോയി? CPM-ന്റെ മുൻ ധനകാര്യമന്ത്രി, കേരളത്തിലെ ഏറ്റവും വലിയ CPM നേതാവ്, അല്ലേ, ഏറ്റവും വലിയ CPM നേതാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അല്ലേ പാർട്ടിയിൽ നിന്ന് പോയത്? ആണല്ലോ. വിശ്വനാഥ മേനോൻ പോയത് CPM പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ സർവ്വ പ്രതാപത്തോടെ ഇരിക്കുന്ന കാലത്തല്ലേ പോയത്? മറ്റേ പിണറായി വിജയൻ വിളിച്ച് ഡിന്നർ കൊടുത്ത, അതായത് CPM-ന്റെ MLA വിട്ടുപോയില്ലേ? ഞങ്ങളുടെ MLA-മാരും പോയില്ലല്ലോ കേരളത്തിൽ നിന്ന്. എന്നിട്ട് പോയി അപ്പുറത്ത് പോയി കേന്ദ്രമന്ത്രിയായ ആളെ പിണറായി വിജയൻ വിളിച്ച് ഡിന്നർ കൊടുത്തല്ലോ. കണ്ണന്താനത്തിന് കൊടുത്തല്ലോ. പിണറായി വിജയൻ വിട്ടാണ്, പുള്ളി അപ്പുറത്തോട്ട് വിട്ടാണ്, സ്നേഹബന്ധം പുതുക്കാൻ വേണ്ടിയിട്ട് വിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയാൽ വലിയ സംഭവം അല്ലേ? CPM-ലെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ ആണ് പോയത്. പിന്നെ നിങ്ങൾ ചെന്ന് ആ ബംഗാളിലും ത്രിപുരയിലും കുറേ കൊല്ലം ഭരിച്ചതാണല്ലോ, 33 കൊല്ലം ഭരിച്ചതാണല്ലോ. അവിടുത്തെ ഒരു 60% CPM നേതാക്കന്മാരും BJP പോയി. ഞാൻ പണ്ട് കൽക്കട്ടയിൽ പോകുമ്പോൾ CPM ഓഫീസായിരുന്ന പല സ്ഥലവും ഇപ്പോൾ BJP-യുടെ ഓഫീസിൻ്റെ ബോർഡ് വെച്ചേക്കാണ്. മൊത്തം ആൾ അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞങ്ങളെ പരിഹസിക്കാൻ നിന്നാണ്. ഇപ്പോൾ കിട്ടിയല്ലോ പെട്ടെന്ന്. അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ ഒരു ടീമായി നിന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോരാടും, വൻ വിജയം കരസ്ഥമാക്കും.